കാലത്ത് 5 മണി മുതൽ പമ്പേന്ന് ക്യൂ നിൽക്കുന്നതാണ്. ഇപ്പോഴും തൊഴാൻ പറ്റിയിട്ടില്ല. വഴിയിലൊന്നും ഒരു തുള്ളി വെള്ളം കിട്ടണില്ല. എവിടെയൊക്കെയാണ് വെള്ളത്തിൻ്റെ അസൗകര്യം നേരിട്ട്? പമ്പേന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഒരുവിധം സ്ഥലത്ത് കടകളും ഇല്ല, വെള്ളം കിട്ടണില്ല എന്നല്ല. മുന്നേ സേവാഭാരതിയുടെയും അയ്യപ്പ സേവാ സംഘത്തിൻ്റെയൊക്കെയും എല്ലാ സേവാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെയും വേണ്ടാന്ന് വെച്ചിട്ട് തിരുവിതാംകൂർ ദേവസ്വം നേരിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു സജ്ജീകരണങ്ങളും ഇന്നിവിടെ ഇല്ല. ഇത് ഭയങ്കര ഭക്തന്മാരെ പമ്പയിലും മറ്റും അല്ലെങ്കിൽ മുകളിലേക്ക് കയറി വരുമ്പോഴൊക്കെ ഈ ബാത്റൂം സൗകര്യങ്ങളൊക്കെ വേണം, കാരണം കുട്ടികൾ ഉൾപ്പെടെ ഉള്ളതാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ലഭിച്ചിരുന്നോ? ഇല്ല, പമ്പയിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല, ബാത്റൂം സൗകര്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം ബാത്റൂം സൗകര്യം ഇല്ലാത്ത കാരണം ഭക്ഷണം കഴിക്കാനും പറ്റിയിട്ടില്ല. ഇതേവരെ ഒരു തുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഭക്തന്മാരെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും ക്യൂ ഈ ജീവിതകാലം നിന്നിട്ടില്ല. പോലീസുകാരായാലും അതിനുള്ള സഹകരണങ്ങൾ ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കയറ്റി വിടാനോ നമ്മളോട് എന്തെങ്കിലും വന്ന് പറയാനോ അവർ അവിടെ നോക്കുകുത്തികളമാതിരി നിൽക്കുകയാണ് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ക്യൂ നിന്നിട്ട് ഇത്രയും നേരം ഇവിടെ ക്യൂവിലാണ്. ഇപ്പോഴും തൊഴാൻ പറ്റിയിട്ടില്ല. വെള്ളത്തിൻ്റെ ഒരു സൗകര്യം ഉണ്ടായില്ല, ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല, ഇതുവരെ ശരിയായിട്ടില്ല. ഞങ്ങൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ക്യൂ നിന്നിട്ട് ബാത്റൂമിൽ ഒന്നിലും വെള്ളമില്ല. അവിടെ ഇറങ്ങിപ്പോയി പമ്പേന്ന് ഇങ്ങോട്ട് കയറിയിട്ട് അവിടെ ഇങ്ങോട്ട് എത്തുന്ന വരെ ബാത്റൂമുകളിൽ ഒന്നിലും വെള്ളമില്ല. വെള്ളത്തിൻ്റെ ഒരു സൗകര്യമില്ല. കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടെ വന്നേ പിന്നെയാണ് കുടിവെള്ളം കിട്ടിയത്. ഒരു കടകളില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ. പമ്പേന്ന് തുടങ്ങി ക്യൂ നിന്നിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനിയും സന്നിധാനത്തിലേക്ക് എത്താൻ ഇനിയും എത്ര മണിക്കൂർ ക്യൂ നിൽക്കണം എന്നുള്ളത് അറിയില്ല.